സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൗഭാഗ്യങ്ങളും നൽകുകയാണ്. അധികാരം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, വിജ്ഞാനം നൽകി, വാഹനം നൽകി, ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ പടച്ചവന്റെ എല്ലാ നിഅമത്തുകളും അനുഭവിക്കുമ്പോ, പടച്ചവന്റെ എല്ലാ നിഅമത്തുകളിലും സന്തോഷത്തോടെ അനുഭവിക്കുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാ. എന്റെ കഴിവ് എനിക്ക് കിട്ടിയതല്ലല്ലോ, എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല. ഇതനുഭവിക്കാൻ എനിക്ക് യോഗ്യതയുമില്ലല്ലോ, ഇതനുഭവിക്കാൻ എനിക്ക് യോഗ്യതയുമില്ലല്ലോ. ഇതെല്ലാം എന്റെ റബ്ബ് നൽകിയതാ. ഹാദാ ബി ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ പറയേണ്ട ഒരു ദിക്റാണിത്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വേളകളില്, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ വേളകളില്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ലാഭം തരുമ്പോ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുഖങ്ങളും സന്തോഷങ്ങളും തരുമ്പോ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊന്നും അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. ഞാൻ തെമ്മാടിയാണ്, തെറ്റുകുറ്റം ചെയ്യുന്നവനാണ്, പാപം ചെയ്യുന്നവനാ. എന്നിട്ടും എന്റെ റബ്ബിന്റെ കാരുണ്യമല്ലേ, എന്റെ റബ്ബിന്റെ ഔദാര്യമല്ലേ ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഫളലനി അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായ തന്റെ അടിമകളിൽ മിക്കവരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹ് എനിക്കിതുപോലെ വാഹനം തന്നപ്പോ, വാഹനമില്ലാത്ത എത്രയോ ആളുകൾ എന്റെ പരിസരത്തുണ്ട്. എനിക്ക് നല്ല വീട് പടച്ചവൻ നൽകിയപ്പോ, വീടില്ലാതെ എത്രയോ ആളുകൾ കടത്തിണ്ണയിൽ കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ, എത്രയോ ആളുകൾ വാടക കെട്ടിടത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹുവേ, സുഭിക്ഷമായ ആഹാരം എനിക്ക് നീ നൽകിയപ്പോ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഫലസ്തീനിലും ഗസയിലുമുള്ള ആളുകൾ പട്ടിണിയായി കഴിഞ്ഞുകൂടുമ്പോ, അല്ലാഹുവേ, ഇതെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകിയല്ലോ അല്ലാഹ്. ഇതെന്റെ കഴിവ് കൊണ്ടല്ല, ഇത് നിന്റെ ഔദാര്യമാണ് പടച്ചവരെ. എന്ന് പറയാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നിഅമത്ത് നൽകിയപ്പോ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു എല്ലാ സന്തോഷവും നൽകിയപ്പോ, അല്ലാഹനെ മറന്നു പോകാതെ ഇത് റബ്ബിന്റെ ഔദാര്യമാണെന്ന് പറഞ്ഞതുപോലെ, അല്ലാഹുവിനെ സ്തുതിച്ചതുപോലെ അല്ലാഹനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണേ.